ലോകത്തിലെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിട്ടുള്ള ഒരിടമായി ഫ്രാൻസിലെ പാരീസ് മാറിയതിനു പിന്നിൽ ഈഫൽ ടവറിന്റെ പ്രശസ്തി വഹിച്ച പങ്ക് ചെറുതല്ല. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തിൽ അതിന്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഈ ടവർ. ഗുസ്റ്റാവെ ഈഫൽ എന്ന ഡിസൈനറും അദ്ദേഹത്തിന്റെ 200ഓളം വരുന്ന ജോലിക്കാരുടെയും അധ്വാനമാണ് ഈ കമാനത്തിന്റെ ചാരുതയ്ക്ക് പിന്നിൽ. അദ്ദേഹത്തോടുള്ള ആദരവിന്റെ ഭാഗമായി ഈ സ്മാരകത്തിനും ഈഫൽ എന്ന പേര് നൽകി. 1000 അടി ഉയരത്തിലെത്തിയ ആദ്യത്തെ നിർമ്മിതിയാണ് ഈഫൽ ടവർ. 1930 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഘടന എന്ന പദവി നിലനിർത്തി. 1789 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശതാബ്ദിയുടെ സ്മരണയ്ക്കായി ഒരു പ്രധാന സ്മാരകമായാണ് ഇത് നിർമ്മിച്ചത്. പിന്നീട് നഗരത്തിലെ ഉദ്യോഗസ്ഥർ റേഡിയോ ടവർ എന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇത് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ സഹായകമായി. നിലവിൽ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഈഫൽ ടവർ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. ലോകത്തിലെ മറ്റേതൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കാളും കൂടുതൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് ഇതിന്റെ വാസ്തുവിദ്യ സങ്കീർണതകളാണ്. വാസ്തുവിദ്യ മൂല്യത്തിനു പുറമെ ടവർ എഞ്ചിനീയറിംഗ് രൂപകൽപ്പനയിൽ കാര്യമായ മെച്ചപ്പെടുത്തലുകൾ അടയാളപ്പെടുത്തുന്നു. അതിന്റെ 4 കാലുകൾ ഏകദേശം ഒരു എക്സ്പോണൻഷ്യൽ കർവിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ കാറ്റിന്റെ ലോഡുകളെ പ്രതിരോധിക്കും. കാലുകളുടെ സവിശേഷമായ രൂപകൽപ്പന കാരണം ഗോപുരത്തിന് മറ്റൊരു ഘടനയ്ക്കും ഇതുവരെ നേടാനാകാത്ത ഉയരത്തിലെത്താനും കഴിഞ്ഞു. 7300 ടൺ ഇരുമ്പും 2.5 ദശലക്ഷം റിവറ്റുകളും അടങ്ങുന്ന ഒരു വലിയ ഇരുമ്പ് ലാറ്റിസ് ഘടനയാണ് ഈഫൽ ടവർ. ഒന്നിലധികം സ്റ്റെയർവേകളും എലിവേറ്ററുകളും ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന 3 നിരീക്ഷണ ഡെക്കുകൾ ഇതിനുണ്ട്. 1889 മാർച്ച് 31 ഈഫൽ ടവർ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. ഗുസ്റ്റാവെയും ഫ്രഞ്ച് പ്രധാനമന്ത്രിയായ പിയറി ടിറാഡും ചേർന്നാണ് ടവർ ഉദ്ഘാടനം ചെയ്തത്. 1889 മാർച്ച് 31 ഉദ്ഘാടനം നടന്നെങ്കിലും ഇത് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് മെയ് 6 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണയ്ക്കായി നടത്തിയ എക്സ്പോ കഴിഞ്ഞാലുടൻ മാറ്റി സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തിൽ നിർമ്മിച്ച ഈ ടവർ വളരെ പെട്ടെന്നാണ് പാരീസിന്റെ മുഖമായി മാറിയത്. പ്രതിവർഷം 70 ലക്ഷത്തോളം സന്ദർശകരാണ് ഈഫൽ ടവർ സന്ദർശിക്കാൻ എത്തുന്നത്. ഓരോ ദിവസവും ശരാശരി 30,000 സന്ദർശകരെ ഇത് ആകർഷിക്കാറുണ്ട്. ചുറ്റുമുള്ള നഗരത്തിന്റെ പനോരമിക് കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന 2 റെസ്റ്റോറന്റുകളും ടവറിൽ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1700ഓളം പടവുകൾ ചവിട്ടിക്കയറി ഈഫലിന്റെ നെറുകയിലെത്താൻ ഇന്നും പലർക്കും ആവേശമാണ്. രാത്രിയുടെ യാമങ്ങളിൽ ദീപങ്ങളുടെ വർണ്ണപ്രഭയിൽ ഒളിച്ചു നിൽക്കുന്ന ഈഫൽ വിളിച്ചോതുന്നത് ചരിത്രത്തെക്കുറിച്ചുള്ള വലിയ കഥകളാണ്. 1889 മാർച്ച് 31 ഈഫൽ ടവർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ 312 മീറ്റർ ആയിരുന്നു ഉയരം. പിന്നീട് ആന്റിനകൾ സ്ഥാപിച്ചതോടെ ഉയരം വർദ്ധിച്ചു. ടവറിന്റെ ഉയരം 20 അടി കൂടി. ഏറ്റവും മുകളിൽ പുതിയ ഡിജിറ്റൽ റേഡിയോ ആന്റിന സ്ഥാപിച്ചതാണ് ഈ മാറ്റത്തിന് കാരണം. ഇപ്പോൾ ഗോപുരത്തിന്റെ ഉയരം 330 മീറ്റർ ആണ്. ഒരു ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയാണ് എഞ്ചിനീയർമാർ പുതിയ ഡിജിറ്റൽ ഓഡിയോ ആന്റിന സ്ഥാപിച്ചത്. തൽക്ഷണം ടവറിന്റെ ഉയരം വർദ്ധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.